ജാമിയ മിലിയ സർവകലാശാലയിൽ ഭീകര സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇപ്പോഴും സജീവം. ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിലാണ് പ്രവർത്തനം. ഹമാസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെ അനുകൂലിച്ച് മലയാളി വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ നടത്തുന്ന കൂട്ടായ്മകൾ കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ 2022 സെപ്റ്റംബർ 28-നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചത്. എന്നാൽ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാലയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും സജീവം. ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിലാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ഭീകരാക്രമണത്തെ ന്യായീകരിച്ചും മറ്റും ഇവർ ക്യാമ്പസിൽ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചിരുന്നു. ഇനിയൊരു മാറാത്ത ലോകം സാധ്യമല്ല. പ്രീ ഒക്ടോബർ 7 സമയത്തുള്ള സിസ്റ്റംസോ ഒന്നും ആയിരിക്കില്ല പോസ്റ്റ് ഒക്ടോബർ 7 ഉണ്ടാവുക എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. 3-ൽ കൂടുതൽ രാജ്യങ്ങളൊക്കെ ഫലസ്തീനെ രാജ്യമായി അംഗീകരിക്കുകയും യൂറോപ്യൻ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ ഹമാസിനെ അത്ര വേഗം നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പാലസ്തീനിയൻ കോഴ്സ് ഒരു ഗ്ലോബൽ ഡിസ്കോഴ്സ് ആയി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒക്ടോബർ 7 അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ളത്. ഹമാസിന്റെ ആക്രമണം മൂലം പാലസ്തീനെ അംഗീകരിക്കാൻ കൂടുതൽ രാജ്യങ്ങൾ തയ്യാറായെന്നും ഹമാസിനെ ആർക്കും തകർക്കാൻ കഴിയില്ലെന്നും ഇവർ പ്രചരിപ്പിക്കുന്നു. 2020-ൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ആദ്യം കലാപം തുടങ്ങിയത് ജാമിയ മിലിയയിലെ ഇസ്ലാമിസ്റ്റുകളാണ്. അതിന്റെ തുടർച്ചയെന്ന നിലയിലായിരുന്നു നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ഇരു മതവിഭാഗങ്ങൾ ഏറ്റുമുട്ടിയത്. അതിനാൽ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാല കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ IB ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ജനം, ഡൽഹി. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ജാമിയ മിലിയ സർവകലാശാലയിൽ ഭീകര സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇപ്പോഴും സജീവമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിലാണ് പ്രവർത്തനം. ഇവരുടെ ആശയങ്ങളൊക്കെ തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെ അനുകൂലിക്കുന്ന തരത്തിലാണ്. എന്തായാലും നമുക്കറിയാം, ഏതൊക്കെ ഭീകര സംഘടനകൾ കാലാനുഗതമായി നിയന്ത്രണത്തിലാക്കിയാലും നിയന്ത്രിച്ചാലും ഒക്കെ ഇത് മറ്റൊരു രൂപത്തിൽ ഇവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് കൃത്യമായ ഒരു ആസൂത്രണം നടപ്പിലാക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ജാമിയ മിലിയ സർവകലാശാലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സസൂക്ഷ്മം തന്നെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണിയും, ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചുവെങ്കിലും ഇതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് മുൻപ് സ്വാധീനമുള്ള ക്യാമ്പസുകളിലൊക്കെ ഇപ്പോഴും വളരെ സജീവമാണ്. ഇതിൻ്റെ ഉദാഹരണമാണ് ഈ ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിൽ ഡൽഹിയിലെ ജാമിയ മിലിയ സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന. ഇവരുടെ പ്രവർത്തനങ്ങൾ നേരത്തെ നമ്മൾ കാണിച്ച ആ റിപ്പോർട്ടിനകത്ത് തന്നെ അത് വിവരിക്കുന്നുണ്ട്. അതായത് ഹമാസ് പോലെയുള്ള തീവ്ര ഇസ്ലാമിക ഭീകര സംഘടനകളെ ന്യായീകരിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിക്കാട്ടിയുമുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകൾ ക്യാമ്പസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുകയും അതിലേക്ക് ഈ മുസ്ലിം ചെറുപ്പക്കാരെ ആകർഷിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളുടെ വലയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ് ഈ കൂട്ടായ്മകളുടെ ലക്ഷ്യം എന്നത്. പാലസ്തീൻ എന്ന രാജ്യം കൂടുതൽ അംഗീകരിക്കപ്പെടുന്നു എന്നതും അതോടൊപ്പം തന്നെ ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ഈ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസ് നടത്തിയ ഭീകരാക്രമണം അതിനെ കൃത്യമായി തന്നെ അതൊരു മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് വിലയിരുത്തപ്പെടുന്ന അത്തരം ചർച്ചകൾ ഈ കൂട്ടായ്മകൾക്കകത്ത് ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. എന്തായാലും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ മറ്റൊരു പേരാണ് ഈ ജാമിയ മലയാളി ഹൽക്ക എന്ന നിഗമനത്തിലേക്കാണ് കേന്ദ്ര ഏജൻസികൾ എത്തിയിട്ടുള്ളത്. ക്യാമ്പസ് ഫ്രണ്ട് നമുക്കറിയാം നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ വിദ്യാർത്ഥി സംഘടനയാണ്. കേരളത്തിൽ ഉൾപ്പെടെ പല ക്യാമ്പസുകളിൽ കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഈ സംഘടന രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കുമൊക്കെ ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് 2022 സെപ്റ്റംബർ മാസം 28-ാം തീയതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം UAPA ചുമത്തി ഈ സംഘടനയെ നിരോധിച്ചത്. അതിന്റെ സ്ലീപ്പർ സെല്ലാണ് ഇപ്പോൾ ഈ ജാമിയ മിലിയയിൽ പ്രവർത്തിക്കുന്ന ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഹമാസ് പോലെയുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെ അവരുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തുകയും അത്തരം പ്രവർത്തനങ്ങൾ ഭാരതത്തിലും നടപ്പാക്കേണ്ടതാണ് എന്ന രീതിയിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയുമാണ് ഇത്തരം സംഘടനകൾ ക്യാമ്പസിൽ ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് IB ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളും NIA പോലെയുള്ള കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ ഈ വിഷയത്തെ വളരെ ഗൗരവമായി നോക്കിക്കാണുന്നത്. രോഹിണി.
ശരി, ഗൗതം തുടരുക. ഗൗതമിലേക്ക് എത്താം. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു നമ്മോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ചേരുകയാണ്. ശ്രീ RV ബാബു, ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇപ്പോഴും സജീവമെന്ന് വ്യക്തമാകുകയാണ്. ജാമിയ മിലിയ സർവകലാശാലയിൽ ഇപ്പോൾ ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിലുള്ള കൂട്ടായ്മയുടെ പ്രവർത്തനത്തിലൂടെ ഹമാസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനയാണ് ഈ കൂട്ടായ്മ ജാമിയ മലയാളി ഹൽക്ക എന്നുള്ള കൂട്ടായ്മ അനുകൂലിക്കുന്നത്. കൃത്യമായി അവരുടെ ആശയമൊക്കെ സുവ്യക്തമാണ്. ഏതു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അതായത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസുകളിലെ ക്യാമ്പസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ സ്ലീപ്പർ സെല്ലുകളായി ഇപ്പോഴും പല ഗ്രൂപ്പുകളും സജീവമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. പോപ്പുലർ ഫണ്ട് നിരോധിക്കപ്പെട്ടു. പോപ്പുലർ ഫണ്ടിനോടൊപ്പം തന്നെ അവരുടെ മറ്റ് പോഷക സംഘടനകളായി പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ഫ്രണ്ട് പോലുള്ള സംഘടനകളൊക്കെ നിരോധിക്കപ്പെട്ടു. പക്ഷേ അത്തരം നിരോധനങ്ങൾ ഉണ്ടായെങ്കിലും അതിലെ കുറെ പ്രവർത്തകരെയും സംഘടനയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, സംഘടനയുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പോപ്പുലർ ഫണ്ടിന്റെ സാധാരണ പ്രവർത്തകര് അവര് സ്ലീപ്പർ സെല്ലുകളായിട്ട് പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോപ്പുലർ ഫണ്ടിന്റെ എല്ലാ പ്രവർത്തകരും ഒന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നേതാക്കന്മാരൊഴിച്ചിട്ട് ബാക്കി പ്രവർത്തകര് ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരം ആളുകള് അവരുടെ ആശയത്തിനനുസരിച്ച് പ്രവർത്തിക്കാവുന്ന തരത്തിലുള്ള ചില സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കുകയും ആ സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോ ക്യാമ്പസ് ഫ്രണ്ടിന്റെ അതേ പ്രവർത്തനം ക്യാമ്പസ് ഫ്രണ്ടിന്റെ പേരിലല്ലാതെ വേറൊരു പേരിൽ ജാമിയ മിലിയ സർവകലാശാലയിൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സർക്കാരും അതേപോലുള്ള അന്വേഷണ ഏജൻസികളും ഇത്തരം സംഘടനകളെ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുകയും അതുപോലുള്ള ആളുകളെ അവരുടെ പിന്നാമ്പുറം, അവരുടെ ചരിത്രം, ബാക്ക്ഗ്രൗണ്ടുകൾ പരിശോധിച്ച് അത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഒരു പഴുതുമില്ലാത്ത തരത്തിൽ തീവ്രവാദത്തെ അടിച്ചമർത്തല്ലാതെ വേറെ നിവൃത്തിയില്ല. തീവ്രവാദികൾക്ക് വേറൊരു രൂപത്തിലും പ്രവർത്തിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല. അപ്പോ അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകളും പ്രവർത്തകരും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവരെയൊക്കെ ജയിലിലടക്കേണ്ട സാഹചര്യമാണുള്ളത്. ഇപ്പൊ നമുക്ക് പോപ്പുലർ ഫണ്ടിന്റെ ഈ നിരോധനത്തിന് ശേഷം കേരളത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഈ തീവ്രവാദ സംബന്ധമായ സംഘർഷങ്ങൾ എത്രയോ അധികം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവരുടെ പ്രവർത്തകര് ആളുകൾ പല മേഖലയിലും സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പല സംഘടനകളും നുഴഞ്ഞു കയറി പ്രവർത്തിക്കുന്നു. ഒളിമറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന തരത്തിൽ ഒരു സ്വഭാവമുണ്ട്. ഇത് വളരെ ഗൗരവമാണ്. വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളും സർക്കാരും ഇക്കാര്യത്തിൽ വളരെ ശക്തമായി നടപടിയെടുക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇത് ജാമിയ മിലിയ സർവകലാശാലയിലാണ്. പക്ഷെ കേരളത്തിൽ നമുക്കറിയാം ഇതേപോലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫണ്ടുകാരായിട്ടുള്ള ആളുകൾ മറ്റു പല സംഘടനകളിലും നുഴഞ്ഞു കയറി അവരവിടെ അവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവമായിട്ട് സർക്കാർ കാണണം, അന്വേഷണ ഏജൻസികൾ കാണണം. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമാണ്. രാഷ്ട്രത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് അവര്. മത തീവ്രവാദത്തിന്റെ ശക്തികളാണ്. അവരെ അടിച്ചമർത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യേണ്ടത് അനിഹിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത്. അത്തരം ആളുകളെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്ക് സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടക്കണം എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ RV ബാബു പ്രതികരിച്ചതിന്. ഗൗതമിലേക്ക് വീണ്ടും പോവുകയാണ്. ഗൗതം, ഇപ്പോൾ നിലവിൽ ഇത്തരം കൂട്ടായ്മകളെ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിന് തടയിടേണ്ടത് ഒരു വലിയ ആവശ്യമായ ഘടകം തന്നെയാണ്. അതിനായുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാർ നടത്തുക? രോഹിണി, ഈ വിഷയത്തെ വളരെ ഗൗരവമായി കേന്ദ്ര ഏജൻസികൾ, പ്രത്യേകിച്ച് IB പോലുള്ള ഏജൻസികൾ നോക്കിക്കാണുകയും അതിനെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് PFIയുടെ നിരോധനത്തിന് ശേഷം നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം മുൻപ് പല സംഘടനകളെ നിരോധിച്ചതുപോലെ അല്ല. അതായത് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം PFIക്ക് മുൻപും പല വിഘടനവാദ സംഘടനകളും മതഭീകരവാദ സംഘടനകളും രൂപപ്പെടുകയും അതിനെ നിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ നിരോധിക്കുന്ന ഘട്ടത്തിൽ അടുത്ത പേരിൽ അവർ
വളരെ സജീവമാകും. ഇപ്പോൾ സിമി നിരോധിക്കുന്ന ഘട്ടത്തിൽ NDF എന്ന പേരിൽ മറ്റൊരു സംഘടന ഉണ്ടാകുന്നുണ്ട്. NDF ഏതാണ്ട് മാറാട് കലാപത്തിനൊക്കെ ശേഷം അത് നിരോധിക്കുമെന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ 2006 മറ്റൊരു സംഘടന രൂപപ്പെടുന്നത്. അബ്ദുൽ നാസർ മദനിക്ക് ആദ്യം ഇസ്ലാമിക് സേവാ സംഘം എന്ന പേരിൽ ഒരു സംഘടനയായിരുന്നു. അത് നിരോധിക്കുന്ന ഘട്ടത്തിൽ പിന്നീട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പേരിൽ മദനി തന്നെ മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്നു. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഭീകര സ്വഭാവമുള്ള സംഘടനകളെ മുൻപൊക്കെ നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു പേരിൽ അത് വളരെ സജീവമാകുമായിരുന്നു. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് അങ്ങനെയല്ല. നരേന്ദ്രമോദി സർക്കാർ അത് നടപ്പാക്കുമ്പോൾ പഴുതടച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ 1ാം നിര, 2ാം നിര, 3ാം നിര നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് ഒരു നിരോധനം നടപ്പാക്കി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ 1-2 മാസം കഴിയുമ്പോൾ മറ്റൊരു പേരിൽ സജീവമാകാൻ കഴിയാത്ത രീതിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയും അതോടൊപ്പം അതിന്റെ അനുബന്ധ സംഘടനകളുടെയും 1ാം നിരയിലുള്ള നേതാക്കൾ നിലവിൽ ആ സംഘടനയെ നയിച്ചു. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി VHP നേതാവ് ശ്രീ വിജി തമ്പി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജി തമ്പി, ജാമിയ മിലിയ സർവകലാശാലയിൽ ഭീകര സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇപ്പോഴും സജീവം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ലീപ്പർ സെല്ലുകളൊക്കെ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് പുതിയ പേര് നൽകിയിരിക്കുന്നത് ജാമിയ മലയാളി ഹൽക്ക എന്നാണ്. പക്ഷേ ആശയങ്ങളും ഇവരുടെ പ്രവർത്തനവും ഒക്കെ ഭീകര സംഘടനയ്ക്ക് തുല്യമാണ് എന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. എന്തായാലും കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഒരു രാജ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാവിന് തുല്യമാണ്. മാതൃരാജ്യം എന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോ സ്വന്തം മാതാവിനെ ഒറ്റിക്കൊടുക്കുന്ന അല്ലെങ്കിൽ മാതാവിനെ ഉപദ്രവിക്കുന്ന ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ പല ഭീകര സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടി നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ മോദിജി പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയാലും ശരി, അവരുടെ രീതിയിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒന്നും പോകുമ്പോൾ അതിന് പടച്ചിട്ട് മാറ്റിയിട്ട് വേറൊരു വേഷത്തിൽ പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പല സംഘടനകളെയും ഇപ്പൊ PFI അതിനെ നിരോധിച്ചപ്പോ PFIയുടെ ആൾക്കാർ തന്നെ കൂടുതൽ ഇപ്പൊ CPM-ൽ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ഇപ്പൊ PFIക്ക് പകരം CPM ആണ് PFI ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലും ഇവരിത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ കൃത്യമായി നിരീക്ഷിച്ച് ഇത് ഏത് സംഘടനയുടെ പേരിൽ വന്നാലും ഭീകര പ്രവർത്തനങ്ങളെ ഒരിക്കലും അത് ആര് ചെയ്താലും അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഭാരതത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരാണെന്ന് പറയില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഭീകര പ്രവർത്തനം നടത്തുന്നതിൽ 90% മുസ്ലിങ്ങളായി പോയി എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കാര്യം എത്രയോ നല്ല ആൾക്കാർ ആ മതത്തിലുണ്ട്. എത്രയോ നല്ല നമ്മളെ ഈ ഭാരതത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തെ സ്വന്തം മാതാവിനെ പോലെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് കൂടെ മോശം ഉണ്ടാക്കാനാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ഇത് കണ്ടുപിടിച്ച് അതിനെ വേരോടെ നുള്ളിക്കളയുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അതിന് ആഭ്യന്തര മന്ത്രാലയം ഉണർന്ന് പ്രവർത്തിക്കണം. ഇതിപ്പോ അവിടെയല്ല, ഇതിപ്പോ ഡൽഹിയിൽ മാത്രമല്ല, കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നു. സോഷ്യൽ മീഡിയകളിലായാലും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയും എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ പാലയില് ഒരു സംഭവം നടന്നു. അവിടെ അവിടെ പാല രൂപതയുടെ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ അവർക്ക് അവർ കൃത്യമായി അറിയിക്കുകയും അതിന് വേണ്ട നടപടികൾ അവിടെ ദേവപ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീക്കാൻ അവർ സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ അതിന് കുത്തിത്തിരിപ്പുണ്ടായിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന എന്ന് പറയുന്ന ഈ ചാനൽ, അതായത് Media One എന്നുള്ള ചാനൽ, ആ ചാനലാണ് ഇവിടെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മതവിദ്വേഷം പടർത്തുന്നത്. അവരതിന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ മുന്നോട്ട് വന്നു. അപ്പൊ അതുപോലെ തന്നെ മാധ്യമപത്രം, അതുപോലെ ചിലർ കേരളത്തിലും വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ അടക്കി നിർത്തേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ആവശ്യമാണ്, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയാണ്. അത് നിർഭാഗ്യവശാൽ കേരളത്തിൽ നിർവഹിക്കപ്പെടുന്നില്ല. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പരാജയമാണ്. ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. എത്രയോ ഇവിടെ എന്തെല്ലാം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കണ്ണടച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്കെതിരായുള്ള എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുകയും മറ്റെല്ലാ പ്രശ്നങ്ങളെയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഭാഗ്യവശാൽ നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേന്ദ്രത്തിലിരിക്കുന്ന ആ മന്ത്രിസഭ ഇതിൽ കൃത്യമായി ഇടപെടുകയും കൃത്യമായ രീതിയിൽ അതിന് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഡൽഹിയിൽ ഇവരിപ്പോൾ ഇങ്ങനെ ഉടായ്പ കാണിച്ചാലും അവർക്ക് പൊങ്ങി വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം അതിനെ വേരോടെ തന്നെ പിഴുതു കളയാൻ കെൽപ്പും ചെങ്കൂറ്റമുള്ളവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഗൗതം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ശക്തമായി തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവയെ നിരീക്ഷിക്കുന്നുണ്ട്. ഇവയുടെ പ്രവർത്തനവും ആശയങ്ങളും ഒക്കെ തന്നെ നിരീക്ഷണ വിധേയമാണ്. തുടർ നടപടികൾ എപ്രകാരമായിരിക്കുമെന്നാണ് കരുതേണ്ടത്?
രോഹിണി നേരത്തെ പറഞ്ഞു വന്നത്, അതായത് PFIയുടെ നിരോധനം നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഇതിന്റെ ഒന്നാം നിരയിലും രണ്ടാം നിരയിലും മൂന്നാം ഘട്ടത്തിലും നിൽക്കുന്ന നേതാക്കന്മാരെ വരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നിരോധനമാണ് PFIയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2022 സെപ്റ്റംബറിൽ നടപ്പാക്കിയത്. അതിനാൽ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പേരിൽ വളരെ വേഗത്തിൽ അവർക്ക് നിലവിലുണ്ടായിരുന്ന നേതാക്കന്മാരെ വെച്ച് സജീവമാകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഇപ്പോഴത്തെ ശ്രമം എന്നത് അടുത്ത തലമുറയെ, പ്രത്യേകിച്ച് സ്കൂളുകളും അതോടൊപ്പം തന്നെ ക്യാമ്പസുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ ഭീകര സ്വഭാവമുള്ള തലമുറയെ, പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ ജിഹാദിന്റെ വിത്ത് വിതറിക്കൊണ്ട് ഒരു പുതിയ ടീമിനെ രൂപപ്പെടുത്തി എടുക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഈ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാല പോലെ വർഷങ്ങളായി തന്നെ ഭീകര സംഘടനകൾക്ക് സ്വാധീനമുള്ള, നമുക്കറിയാം ഈ സർവകലാശാല പലപ്പോഴും ഭാരതത്തിലെ ഒരു ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒരു കേന്ദ്രമായി പല ഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അതിന്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. അതിനാൽ ഈ ക്യാമ്പസ് ഇപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് വീണ്ടും വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുവാൻ ചിലർ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമാണ് ഈ പുതിയ പേരുകളിൽ, വ്യത്യസ്തമായ പേരുകളിൽ മലയാളി കൂട്ടായ്മ എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പോൾ ഈ ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിലൊക്കെ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു വീഡിയോയിൽ തന്നെ ഇവർ പറയുന്നത് ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകൾ ചെയ്ത പ്രവർത്തികളെ വാനോളം പുകഴ്ത്തുകയും അത്തരം പ്രവർത്തനങ്ങളിലൂടെ പാലസ്തീൻ എന്ന ഒരു രാഷ്ട്രസങ്കല്പം അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു തുടങ്ങിയ വാദഗതികൾ മുന്നോട്ട് വെക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ, ഇസ്രായേലും അതോടൊപ്പം തന്നെ ഈ ഹമാസ് പോലുള്ള ഭീകര സംഘടനകളുമായി അടുത്ത കാലത്ത് ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ തലത്തിലേക്ക് അത് പോയതിന്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ സമാധാനം നിറഞ്ഞു നിന്ന ഒരു പ്രദേശത്ത് ഒരു വിഷയങ്ങളും നിലവിലില്ലാത്ത ഒരു ഘട്ടത്തിൽ അവിടെ ഹമാസ് 2023 ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള ഭീകരാക്രമണമാണ്. ആ ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിൽ ഇസ്രായേൽ യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് ഹമാസും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അത് പിന്നീട് ഒരു വലിയ യുദ്ധമായി മാറിയ സാഹചര്യം നമ്മൾ ഈ സമകാലിക ലോകത്ത് പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കാണുകയാണ്. അപ്പോൾ അത്തരം യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു സംഘടന അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിന്ന പ്രദേശത്ത് അനാവശ്യമായ സംഘർഷങ്ങൾ രൂപപ്പെടുത്തി അത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ഇല്ലാണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ച ഭീകര സ്വഭാവമുള്ള ലക്ഷണമൊത്ത ഭീകര സംഘടനയെ ന്യായീകരിച്ചുകൊണ്ടുള്ള കൂട്ടായ്മകൾ ക്യാമ്പസിനകത്ത് സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇത്തരം സംഘടനകൾക്ക് ഭീകര സ്വഭാവമുണ്ട് എന്ന് തന്നെ ഉള്ള വിലയിരുത്തലാണ് ഇപ്പോൾ IB-ക്കാണെങ്കിലും അതല്ലെങ്കിൽ അത്തരം രഹസ്യ ഏജൻസികൾക്ക്, കേന്ദ്ര ഏജൻസികൾക്കും ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും PFIയുടെ സ്ലീപ്പർ സെല്ലുകൾ ജാമിയ മിലിയയിൽ മാത്രമല്ല ചില മറ്റ് സർവകലാശാലകളിൽ കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന നിഗമനവും കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. അത്തരം വിഷയത്തെ വളരെ ഗൗരവമായി നോക്കിക്കണ്ടുകൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഏജൻസികൾ നടത്തുന്നത്. ഗൗതം, അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ കൂട്ടായ്മയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചതാണ്. ഒരല്പസമയം മുൻപ് ഓഡിയോ റെക്കോർഡിലൂടെ തന്നെ കേൾക്കാൻ സാധിച്ചതാണ്. അതായത് ഹമാസിനെ അനുകൂലിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ അതിനുതകുന്ന ആശയങ്ങളൊക്കെയാണ് അവർ തമ്മിൽ പങ്കുവയ്ക്കുന്നത്. ഭീകര സ്വഭാവമാണ് എന്നുള്ളത് ഈ കൂട്ടായ്മയിലുള്ളവർക്ക് തന്നെ വ്യക്തമായി അറിയാവുന്നതാണ്. പക്ഷേ അവർ യാതൊരു ഭയവും കൂടാതെ തന്നെയാണ് ഇത്തരത്തിൽ ഈ കൂട്ടായ്മയിൽ ഒത്തുചേരുന്നതും. അതോടൊപ്പം ഗൗതം തുടരുക, ഞാൻ ഗൗതമിലേക്ക് എത്താം. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി യുവമോർച്ച നേതാവ് ശ്രീ പ്രഫുൽ കൃഷ്ണ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രഫുൽ കൃഷ്ണ, ജാമിയ മിലിയ സർവകലാശാലയിൽ ഭീകര സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇപ്പോഴും സജീവമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ മറ്റൊരു പേരാണ് സ്വീകരിച്ചിരിക്കുന്നത്. ജാമിയ മലയാളി ഹൽക്ക എന്ന പേരിലാണ് പ്രവർത്തനം. അവരുടെ ആശയങ്ങളൊക്കെ തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളെ അനുകൂലിക്കുന്ന തരത്തിലാണ്. ഇവരുടെ കൂട്ടായ്മകളുടെ ഉദ്ദേശവും ഒക്കെ അതുതന്നെയാണ്. എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? കാരണം കേരളത്തിലേത് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പല സർവകലാശാലകളിലും ഇത്തരത്തിൽ പല പേരുകളിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല പേരുകളിലാണ് ഇത്തരം കൂട്ടായ്മകൾ. അതിന് ഏറ്റവും അപകടകരമായിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയൊക്കെ സ്ലീപ്പർ സെല്ലുകൾ, ആ സ്ലീപ്പർ സെല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വപരമായിട്ടുള്ള പങ്ക് അത് മലയാളികളാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായും അവർ നിർമ്മാത പ്രവർത്തനം തുടരുകയാണ്. രാജ്യത്തെ ക്യാമ്പസുകളിൽ തന്നെ വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പല പേരുകളിൽ
അവർ ആറ്റത്തോളണെങ്കിൽ ചെന്നായ്ക്കളായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോ വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ ക്യാമ്പസുകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ആ മതപരിവർത്തനം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാ? അപ്പൊ അത് ക്യാമ്പസുകൾക്കുള്ളിൽ നിന്നാണ്. അപ്പൊ ക്യാമ്പസുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിഘടനവാദ ശ്രമങ്ങൾക്കുള്ള തുടക്കമിടുകയാണ്. അത് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ ആശങ്കയോടുകൂടി നാം നോക്കി കാണേണ്ട വിഷയം തന്നെയാണ്. അതെ, വളരെ നന്ദി ശ്രീ പ്രഫുൽ കൃഷ്ണൻ പ്രതികരിച്ചതിന്. ഗൗതമിലേക്ക് വീണ്ടും പോവുകയാണ്. ഗൗതം, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ നിർഭയം യഥേഷ്ടം ഇങ്ങനെ ഒത്തുചേരലുകൾ നടത്തുന്നു, അവരുടെ ആശയങ്ങൾ ഉറക്കെ തന്നെ പറയുകയാണ്. നേരത്തെ നമ്മൾ കേട്ട ആ ശബ്ദ സംഭാഷണവും മലയാളി വിദ്യാർത്ഥിനിയുടേതാണ്. അതിൽ ഹമാസിനെ എങ്ങനെ അനുകൂലിക്കണം, അത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ളവയ്ക്ക് എങ്ങനെ ആയിരിക്കണം അതൊരു സന്ദേശമാകേണ്ടത് എന്ന തരത്തിലൊക്കെയാണ് ആ കുട്ടി പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇതിന് പിന്നിൽ ഒരു വലിയ ആസൂത്രണവും അതോടൊപ്പം ഇത്തരത്തിൽ മലയാളികൾ അടക്കമുള്ളവരുടെ വലിയ ഇടപെടലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. രോഹിണി, ഇവർ ഈ കൂട്ടായ്മ നടത്തിയിരിക്കുന്നത് ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാലയിലാണ്. ആ സർവകലാശാലയ്ക്ക് മുൻപും ഇത്തരം ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അതായത് മറ്റ് ക്യാമ്പസുകളിലൊക്കെ ഒരുപക്ഷെ ഇത്തരം കൂട്ടായ്മകൾ പരസ്യമായി നടത്തി കഴിഞ്ഞാൽ അത് മറ്റ് തലത്തിലേക്ക് ഒരുപക്ഷെ ABVP ഒക്കെ പോലുള്ള സംഘടനകൾ വളരെ സജീവമായി നിൽക്കുന്ന ക്യാമ്പസുകളാണെങ്കിൽ അവിടെ നമുക്കറിയാം പ്രതിഷേധങ്ങൾ ഉണ്ടാകും. JNUവിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രാഷ്ട്രവിരുദ്ധ മുദ്രാവാക്യം വിളിച്ച ശക്തികളൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ കൂടുതലായി പുറം ലോകം അറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ ജാമിയ പലപ്പോഴും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണത്. ഇപ്പോൾ മാത്രമല്ല, സർവകലാശാലയുടെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോഴും അത് കാണാൻ സാധിക്കും. 2020 ഡൽഹി കലാപത്തിൻ്റെ തുടക്കം തന്നെ ഈ ക്യാമ്പസിൽ നിന്നാണ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം 2019 കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിനു ശേഷം അതിനെതിരെ വലിയ പ്രതിഷേധം ഇസ്ലാമിക സംഘടനകളുടെയും അതോടൊപ്പം രാജ്യത്തെ ഒരു വിഭാഗം പ്രതിപക്ഷ കക്ഷികളുടെയും നേതൃത്വത്തിൽ നടന്നു. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമരത്തെ ഒരു കലാപത്തിലേക്ക് ആളിക്കത്തിക്കുന്നതിൽ ജാമിയ മിലിയയിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ട്. കാരണം അന്ന് ആദ്യഘട്ടത്തിൽ ഈ സംഘർഷത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഡൽഹിയിൽ ഈ ജാമിയ മിലിയയ്ക്ക് പുറത്തേക്ക് ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ പുറത്തേക്ക് എത്തുകയും അവിടെ നിർത്തിയിട്ടിരുന്ന ഡൽഹി റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകൾക്കുൾപ്പെടെ തീ വെച്ചുകൊണ്ട് ഒരു കലാപത്തിൻ്റെ അന്തരീക്ഷം കൃത്യമായി തന്നെ രൂപപ്പെടുത്തി ഡൽഹി പോലീസുമായി ഈ ഭീകരർ ഡൽഹി പോലീസുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. പിന്നീട് വലിയ തോതിലുള്ള ലാത്തി ചാർജും മറ്റും പോലീസിന് ജാമിയ മിലിയയിൽ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഈ സംഘർഷത്തെ ഒന്ന് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി അത് ഒരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് 2020 ഫെബ്രുവരി മാസം 23, 24, 25 തീയതികളിൽ നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ വലിയ കലാപം, ഹിന്ദു മുസ്ലിം കലാപം രൂപപ്പെടുകയും ഏതാണ്ട് 59ഓളം പേർ ഇരു മതവിഭാഗങ്ങളിൽ പെടുന്നവർ കൊല്ലപ്പെടുകയും നിരവധി വാഹനങ്ങളും വീടുകളും ഒക്കെ ആരാധനാലയങ്ങളും ഒക്കെ ആക്രമിക്കപ്പെട്ട വലിയ കലാപമായി മാറി. അതിൻ്റെ ഒരു തുടക്കം തന്നെ ഈ ക്യാമ്പസിലെ ചില തീവ്ര ഇസ്ലാമിക സംഘടനകൾ ആദ്യഘട്ടത്തിൽ ആരംഭിച്ച് തിരികൊളുത്തിവിട്ട സംഘർഷമാണ് പിന്നീട് വലിയ മതകലാപമായി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ 2020 മാറിയത്. അപ്പോൾ ആ ക്യാമ്പസ് പൊതുവെ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് സ്വാധീനമുള്ളതാണ്. അത് വളരെ മുൻപ് തന്നെ അങ്ങനെയുള്ളതാണ്. അതിനാൽ കേന്ദ്ര ഏജൻസികളൊക്കെ പലപ്പോഴും അവിടെ കൃത്യമായി തന്നെ നിരീക്ഷണം ഏർപ്പെടുത്താറുണ്ട്. തീർച്ചയായും ഗൗതം, വ്യക്തമാണ്. എന്തായാലും ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.